എന്താ വേണ്ടേ? കഴിവുള്ള മോളെ എവിടെയാണ് അവനെ ആ സൂര്യൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മാറ്. സുഖമില്ലാത്തൊരു കുട്ടിയാണ്. ഞങ്ങൾ ഇവിടെ ആരും ഒളിപ്പിച്ചിട്ടില്ല. അവനായിട്ട് ഒരു ബന്ധം ഞങ്ങൾക്കില്ല. അതെ, അവൻ ആ ചെറിയാന്റെ ഗുണ്ടാണെങ്കിലേ ഞങ്ങൾ അതിനേക്കാളും വലിയ ഗുണ്ടാളാ. സാർ, അവൻ ഇവിടെ എവിടെയും കാണുന്നില്ല. അവൻ ഇവിടെ എങ്ങാനും വന്നു എന്നറിഞ്ഞാ കൂട്ടത്തോടെ ഇതിനുള്ളിലിട്ട് തീട്ട് കത്തിക്കും. കച്ചേരി കഴിഞ്ഞാൽ രാത്രി തന്നെ ഞാൻ തിരിക്കും. വേഗം വരണം. വേഗം വരാം. നമ്പിച്ച, സമയത്തിന് മരുന്ന് കൊടുക്കാൻ മറക്കരുതേ. മക്കളെ ശ്രദ്ധിച്ചോണം. എന്നാ പിന്നെ കൈമളല്ലേ? കച്ചേരിക്ക് ഇറങ്ങുകയായിരുന്നു. കയറിയിരിക്ക. വേണ്ട, ഒരു വിവരം അറിയിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. എന്റെ മകളെ ഒരു തെരുവ് കുണ്ടയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. തെരുവ് കുണ്ടയോ? നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? വെട്ടും കൊലയുമായി നടക്കുന്ന നിങ്ങളുടെ പൊന്നുമോനെ കുറിച്ച് തന്നെ. കൈമളെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എന്റെ മകനെ പറ്റി കേൾക്ക്. നേരിട്ട് കണ്ടതാ ഞാനും എന്റെ മോളും നടു റോട്ടിൽ വെച്ച് ഒരുത്തനവും വെട്ടി നുറുക്കുന്നത്. അവൻ കാരണം ഞാനും എന്റെ കുടുംബവും അനുഭവിക്കുന്ന യാതനകള് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു അപേക്ഷയുണ്ട്. ഞങ്ങളൊരു കൂട്ട ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കരുതെന്ന് അവനോട് പറഞ്ഞേക്കണം. തൊട്ടുപോരുത് നീ. വിളിക്കരുത് നീ എന്നെ അങ്ങനെ. കൊന്നില്ലേ? തൃപ്തിയായില്ല നിനക്ക്? എന്ത് തെറ്റാടാ ഞങ്ങളൊക്കെ നിന്നോട് ചെയ്തത്? ആവശ്യത്തിലേറെ സ്നേഹിച്ചതോ? എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട ഈശ്വര. കഷ്ടമായി പോയിടും. കണ്ണടയുന്നത് വരെ നിന്നെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നിന്നെ അവിശ്വസിച്ചിട്ടില്ല അദ്ദേഹം. അച്ഛനൊരാഗ്രഹം പറയണ്ടായി. ഈശ്വരന്മാർ അനുഗ്രഹിച്ചു തന്ന സംഗീതം ഒരു പ്രാർത്ഥന പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ, നിന്റെ കാരുണ്യത്തിന്റെ തണലിൽ അമ്മയെയും കുടുംബത്തെയും കൂടെ നിർത്താൻ.
ഏലസിനകത്ത് ജപിച്ചു കെട്ടിയ മന്ത്രം പോലെ മരണം വരെ അച്ഛന്റെ വാക്കുകൾ നീ കൊണ്ടു നടക്കണം. എവിടേക്കാ? ഞാന് വേണ്ട, കണ്ട തെരുവ് ഗുണ്ടകൾക്ക് കയറി ഇറങ്ങാനുള്ള വീടല്ല ഇത്. ഇറങ്ങി പോയിക്കോളണം. പൊയ്ക്കോളാം. അതിനു മുമ്പ് എനിക്ക് മായ ഒന്ന് കാണണം. എന്തിന്? എന്റെ മോളുടെ ഞങ്ങളുടെ ജീവിതം തകർത്തിട്ടും തൃപ്തിയായില്ലേ നിനക്ക്? എനിക്ക് പറയാനുള്ളത് മായയോടാണ്. എന്നോടാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട. ഈ മുഖം കാണുന്ന എന്നെ എനിക്ക് പേടിയാ. അത്രയ്ക്ക് ക്രൂരനാ താൻ. തന്നെ ഇഷ്ടപ്പെട്ടു പോയതാ എനിക്ക് ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു തെറ്റ്. ആ തെറ്റ് തിരുത്താനുള്ള പ്രാർത്ഥനയല്ല ഞാനിപ്പോ. ഇനി ഈ ബന്ധത്തിന്റെ പേര് താൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരരുത്. അത്രയ്ക്ക് അറപ്പ് എനിക്ക് തന്നെ. അയ്യോ, ഇനിയും പുഴുത്ത പട്ടിയെ പോലെ ഇവിടെ നിൽക്കാതെ തടന്ന് പോടാ. സൂര്യൻ, സൂര്യൻ, വീടെത്തി. എന്തു പറഞ്ഞു ഡോക്ടർ? ഒരു കുഴപ്പമില്ല, ഓടിച്ചാടി കളിച്ചോളാൻ പറഞ്ഞു ഡോക്ടർ. എന്റെ വളയനാടമ്മേ, മോളുടെ പേരിൽ വളയനാട് അമ്പലത്തിലൊരു ചുറ്റുവിളക്ക്, അത് നാളെ തന്നെ നടത്തണം. പിന്നെ നീ പറഞ്ഞ മെറൂണിൽ പച്ച കളർന്ന പുള്ളി പുള്ളി കാഞ്ചീപുരം ഇതിപ്പോ എന്തിനാ വാങ്ങിച്ചത്? എനിക്ക് കിടന്ന് ഉറങ്ങണ്ടേ? എന്താ എന്റെ കുട്ടിയുടെ മുഖത്തൊരു വല്ലായ്മ? കല്യാണിക്ക്? ഏയ്, അവൾക്കൊന്നുമില്ല. എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. ഒന്ന് കിടക്കട്ടെ. സൂര്യ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? കിടക്കുന്നില്ലേ? ഏയ്, ഓരോന്ന് ആലോചിക്കുമ്പോ കിടക്കാൻ പറ്റണില്ല. വല്ലാത്തൊരു അസ്വസ്ഥത. നാളത്തെ കോടതി വിധി എല്ലാം അനുകൂലമായിരിക്കും, എനിക്കുറപ്പാ. ഒന്നുമില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറെ മനസ്സുകളില്ലേ ഇവിടെ? ഞാൻ അല്പം തിരക്കിലാണ്, അങ്ങോട്ട് വിളിക്കാം. വക്കീലിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല സൂര്യൻ. താങ്ക് യു സർ. വൈകുന്നേരം ചെറിയ സാറെ വീട്ടിലേക്ക് വരണം. തീർച്ചയായിട്ടും. ശരി. എന്തായി? ജയിച്ചു. പടച്ചോ നമ്മളെ കൈവിട്ടില്ല. ഈ പ്രാവശ്യവും തേക്കിലെ കടമാരെ ഹാജരായില്ല. കേസ് തള്ളിപ്പോയി. പറയടാ, ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? അത്രയ്ക്ക് അനുഭവിച്ചില്ല നീ, ഞാൻ കാരണം. ഒന്നും വേണ്ട, ഒന്നും. ഇനിയുള്ള കാലം അച്ഛൻ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം, അത് മതി എനിക്ക്. നാളെ തളി മഹാദേവ ക്ഷേത്രത്തിൽ ചെമ്പൈ സംഗീതോത്സവത്തോടനുബന്ധിച്ച് യേശുദാസിന്റെ കച്ചേരിയാ. കൂടെ ഞാനും പാടുന്നുണ്ട്. വരില്ലേ നീ? വരണമെന്നുണ്ട്, പക്ഷെ നാളെ നിയമസഭ കൂടുന്ന ദിവസമാ. നിന്റെ അച്ഛന്റെ പേരിലുള്ള സംഗീത മണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വന്നിരിക്കും, ഉറപ്പാ. മതി, അത് മതി.